അത്യാവശ്യം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ക്യാമറ വെക്കുന്നുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി ലാസ്റ്റ് കാണാൻ പറ്റുന്ന ആഗ്രഹമായിട്ടാണ് ബാഗിലേക്ക് ടിക്കറ്റ് എത്തുന്ന കപാടത്തിലേക്ക് കയറി അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നുണ്ട്. കാണാൻ നിമിഷ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ടിക്കറ്റിൻ്റെ കപാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഒഴുകി തന്നെ മനസ്സിലാക്കി. പെട്ടെന്ന് വരണേ. ഒരാളെ ഇവിടെ നമ്പി വെച്ചാളെ കുട്ടിയാണോ? അല്ല, നടന്നു സന്യാസിനെ കണ്ടുപിടുന്നത് കൊണ്ട് വിലാപയാത്ര എപ്പോഴും നല്ലൊരു സെക്രട്ടേറിയറ്റിന് പ്രവർത്തനം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ കപാടത്തിലാണ് നിൽക്കുന്നത്. VS-ൻ്റെ ഭൗതിക സഹായം കണ്ടു കഴിഞ്ഞിരിക്കുന്നുണ്ട്. ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് പറയാം. രണ്ട് സൈഡും നിറഞ്ഞു കവിഞ്ഞെന്ന് പറയാം. ഇന്നലെ രാത്രി KG സെൻ്ററിലായിരുന്നു, അതിനുശേഷം വീട്ടിലായിരുന്നു. അതിനുശേഷം വിലാപയാത്രയോട് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നു. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ കവാടത്തെ അകത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ വിലാപയാത്രയോട് സെക്രട്ടേറിയറ്റിൻ്റെ കവാടത്തിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇതുപോലെ ഒരു നേതാവില്ലെന്ന് തന്നെ പറയുന്നുണ്ട്, സഖാവില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവസാനം ഒരു നോക്കാണ്. ഇനി VS എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ. കാണാൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം. പുതിയ തലമുറകൾക്ക് കാണാൻ സാധിക്കില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. VS-ൻ്റെ ജീവിത ചരിത്രം എന്ന് പറയുന്നത് 4 വയസ്സിലെ അമ്മ മരിക്കുന്നു, മസൂരി ബാധിച്ചു. 11ാം വയസ്സിലെ അച്ഛനും മരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ്റെ കൂടി തയ്യൽ പണികൾക്ക് പോകുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ വരുന്നു. 7ാം ക്ലാസ്സോടെ പഠിത്തം നിർത്തുന്നു. അത്ര സാമ്പത്തികം പിന്നോക്കത്തിലുള്ള ഒരു കുടുംബത്തിലെ ഓടി കെട്ടിടത്തിലാണ് ജീവിച്ചു വളർന്ന ആലപ്പുഴയിൽ മാരാരിക്കുളത്തുനിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അത്തരം പ്രധാന വാർത്തകളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അത്തരം സങ്കടമായ ഒരു ദുഃഖമായ ഒരു വയസ്സ്. 102ാം വയസ്സിലാണ് മരിക്കുന്നത്. 23-ാം തീയതിയാണ് SCT ആശുപത്രി പ്രവേശിച്ചിരിക്കുന്നത് പറയാം. VS ജൂൺ ആദ്യവാരത്ത് വരെയാണ് അന്ത്യം. 3:20 അന്ത്യമെന്ന് പറഞ്ഞു. ഒഴുകി തന്നെ ജനങ്ങൾ രണ്ട് ഭാഗത്തു നിന്ന് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയെ നൽകുന്നതെന്ന് പറഞ്ഞ് ലൈവാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആരും കരയുന്നുണ്ടെന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കരയുന്നുണ്ട്. ഇങ്ങനെ ഒരു നേതാവ് ഇനി ലോകത്തുണ്ടാവില്ലെന്ന് തന്നെ പറയാം. ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്നും പറയാൻ സാധിക്കുന്നു. ഇതുപോലൊരു പാവങ്ങളെ സഹായിക്കുന്നതും സ്ത്രീകൾക്ക് നല്ലൊരു സമ്പാദത്തിനുള്ള മുഖ്യമന്ത്രി ഇനി ഉണ്ടാവില്ലെന്നുണ്ട്. മൂന്നാർ പ്രശ്നം, അതുപോലെ പല പ്രശ്നങ്ങളിലുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അത് ഇത്രയൊരു മുഖ്യമന്ത്രി ആർക്കും ജനങ്ങളും തന്നെ എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്തയെ നൽകുന്നത്.
ദൈവമാണെന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് വെളിയിലേക്ക് ഇനി പോകാം. സെക്രട്ടേറിയറ്റിൻ്റെ വെളിയിലേക്ക് ഞാനിത് പോകുന്നുണ്ട്. കപാടത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. VS കണ്ടു, ഒരു നോക്ക് കണ്ടിരിക്കുന്നു. എൻ്റെ പ്രായത്തിൽ തന്നെ കണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. ഇപ്പോഴാണ് നേരിട്ട് മൃതദേഹം കണ്ടത്. ബിലാവയോടെയാണ് ഇനി പോകുന്നതെന്ന് പറയാം. ആ ബസ്സും നമ്മൾ കാണിച്ചിരിക്കുന്നു. ബിലാവ് പോകുന്ന ബസ്സും നേരത്തെ നമ്മൾ കാണിച്ചിരിക്കുന്നു. ലൈവാണ് ഇത്രയും കിട്ടിയത്. നമ്മൾ അകത്ത് കായിക താരങ്ങൾക്കാണെങ്കിൽ ഇത്രയും കയറാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് ഇത്ര എത്തത്തുള്ളൂ എടുക്കാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും നൽകുന്നത്. വാർത്തയ്ക്ക് വേണ്ടി കൊണ്ടുവരുത്തുന്ന ബാഫില്